ചില ദിവസങ്ങൾ നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാതെ ആയിരിക്കും തുടങ്ങണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ആയത് ഞാൻ പറയാം. ഒരു ഉദാഹരണം, കുളി. കുളി എന്നതൊരു വലിയൊരു ജോലിയായിട്ട് നമുക്ക് ചില ദിവസങ്ങളിൽ തോന്നാറില്ലേ? എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് കുളിക്കുക എന്നുള്ളത് ഒരു വലിയ ചടങ്ങായി ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും തോന്നാറുണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കണേ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, നഖം വെട്ടുന്ന കാര്യം. ഇപ്പോൾ നഖം നമ്മൾ കയ്യിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നഖം വളർന്നിട്ടുണ്ട്, ആ നഖം വെട്ടാമെന്ന് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എണീറ്റ് പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും. അത് കഴിഞ്ഞായിരിക്കും ഇനിയിപ്പോൾ വൈകുന്നേരം വെട്ടാം, പണിയൊക്കെ കഴിയട്ടെ, ജോലിയൊക്കെ കഴിയട്ടെ, എന്നിട്ട് വൈകുന്നേരം വെട്ടായിരിക്കും. അപ്പോൾ വീണ്ടും അത് മറക്കും. അങ്ങനെ പിന്നെ അത് നാളത്തേക്ക് മാറ്റി വയ്ക്കും. രാത്രി നഖം വെട്ടാറില്ലല്ലോ സാധാരണ. അങ്ങനെ രാവിലത്തേക്ക് അത് മാറ്റി വയ്ക്കും. അപ്പോൾ രാവിലെ ആകുമ്പം പിന്നെ അത് തീരെ മറക്കും. അങ്ങനെ മറന്ന് നമ്മുടെ നഖം നല്ല വളർന്ന് അവിടെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ തട്ടി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തിൻ്റെ മുറിവുണ്ടാക്കും നഖം. അപ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വേഗം പോയാൽ അന്നേരം സമയമില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, എത്ര ടൈം എടുത്താണെങ്കിൽ പോലും നമ്മളത് വെട്ടും. ശരിയല്ല അമ്പാനെ? അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗം എന്താണെന്ന് അറിയോ? ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുക ഞാൻ ചെയ്തത്. അതായത് നേരത്തെ എണീറ്റ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി തിരുമ്പി കുളിച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറുക. അത് കല്യാണം കഴിഞ്ഞ് വന്നത് മുതൽ അങ്ങനെ ചെയ്ത് അതൊരു ശീലമായിട്ട് മാറി. അതിനിപ്പോൾ മാറ്റണമെങ്കിൽ വലിയ പ്രയാസം. അത് ചെയ്യാതെ അടുക്കളയിൽ കയറുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ തിരുമ്പുന്ന കാര്യം പിന്നെ നമുക്ക് കുറച്ച് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പണതും ഒക്കെ. പക്ഷേ ബാക്കി അല്ലാത്ത സമയത്തൊക്കെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനക്കേടാണ് ചെയ്യാതെ അടുക്കളയിൽ കയറുന്നത്. പക്ഷേ അത് വീട്ടിലാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഇവിടെ ക്വാർട്ടേഴ്സിൽ നിൽക്കുന്ന സമയത്ത്, ഗോളിയറിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ചിട്ട് എൻ്റെ റൊട്ടീനിലും മാറ്റം വരും. ഇപ്പോൾ ഉദാഹരണം പറയണേ, ഇപ്പോൾ തണുപ്പല്ലേ, ഇപ്പോൾ 4-5 ഡിഗ്രി ഒക്കെ ഉള്ള സമയത്ത് നേരത്തെ എണീറ്റിങ്ങാണ്ട് അടിച്ച് വാരി തുടച്ച് തിരുമ്പി കുളിച്ച് അടുക്കളയിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലൈമറ്റായിട്ടൊന്നും സെറ്റ് ആവില്ല. കാരണം നമ്മൾ കേരളത്തിലെ ക്ലൈമറ്റായിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ. അപ്പം ഈ തണുപ്പത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈഡാവും. ഇവിടുന്ന് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ 2-3 ദിവസം മാത്രമായിരിക്കും കുളിക്കുക. ആ സമയത്തായിരിക്കും തിരുമ്പലും തുടയ്ക്കലും ചെയ്യുക. അടിച്ചു വരിയിടും കേട്ടോ ഡെയിലി, അത് വിചാരിക്കേണ്ട. അല്ലാതെ ഇവിടെ നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു ചിട്ടയായ രീതിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാവും. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ നഖം വെട്ടുന്ന കാര്യം, അത് ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് വളരും കേട്ടോ. എൻ്റെ നഖം പെട്ടെന്ന് വളരും, ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് വളരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റെഡിയാക്കി വെക്കുക. എല്ലാ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും. ഇപ്പോൾ നെയിൽ പോളിഷ്, നമ്മൾ പെണ്ണുങ്ങളെ കാര്യമാണെങ്കിൽ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ എല്ലാ സൺഡേസിലും നഖം വെട്ടി, നഖം ക്ലീൻ ചെയ്ത്, നെയിൽ പോളിഷ് ഇട്ട്, കാലിന് ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് ആ രീതിയിൽ സൺഡേസിലേക്ക് മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത്, നമ്മളെ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നതൊക്കെ ആഴ്ചയിൽ ഓരോരോ ദിവസങ്ങൾ അതിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊരു ചിട്ടയായി പോകുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ പിന്നെ അങ്ങനെ നല്ല മടിച്ചായിട്ട് അങ്ങനെ പോവുകയാണ്. അതായത് നമ്മൾ വീക്കിലി ഒരു പ്ലാൻ തയ്യാറാക്കി ചെയ്യുക. നമ്മൾ മീൽസ് പ്ലാനൊക്കെ തയ്യാറാക്കില്ലേ, അതേപോലെ തന്നെ വീക്കിലി ഒരു പ്ലാൻസൊക്കെ തയ്യാറാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ചപ്പാത്തിയും കടലക്കറി ആയിരുന്നു. കടലക്കറി തേങ്ങ അരയ്ക്കാത്ത, വറുത്തരയ്ക്കാത്ത കടലക്കറി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്, രാവിലെ എളുപ്പപ്പണിയാണല്ലോ. ആൾ ചായ കുടിച്ചൊക്കെ പോയി അതിന് ശേഷം കൊണ്ടുവന്ന പച്ചക്കറികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അതിൽ ഇവിടെ കണ്ടില്ലേ, ഈ റോബസ്റ്റ് പഴമാണ് എപ്പോഴും ഉണ്ടാവുക. നമ്മുടെ നാട്ടിലെ പച്ച റോബസ്റ്റ് അല്ലേ, ഇത് പഴുത്ത മഞ്ഞ കളറിലുള്ള റോബസ്റ്റ് ഉണ്ടാവുക. എന്നാലും അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പച്ച കളർ മീൻസ് പച്ച ചോയയായിരിക്കും ഉണ്ടാവുക, പഴുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ പിന്നെ മധുരക്കിഴങ്ങ് നല്ലോണം കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ എപ്പോഴും വരാറില്ല എൻ്റെ വീഡിയോസിൽ. മധുരക്കിഴങ്ങ് കൂടുതൽ കഴിക്കാൻ വളരെ എളുപ്പമല്ലേ, രാവിലെ നമുക്കൊന്നും ചെയ്യേണ്ട, അത് പുഴുങ്ങുക, വല്ല ചമ്മന്തിയോ മുളകുടക്കി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി എളുപ്പമായിരിക്കും. പിന്നെ എന്നും കിട്ടാൻ ഉപ്പേരിക്ക് ഈ സാധനങ്ങൾ തന്നെയുള്ളൂ, ബീൻസ് അമര അതന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് വേസ്റ്റ് വണ്ടി വന്നത്. വേസ്റ്റ് വണ്ടി ഒന്നരാടൻ ആകുമ്പോൾ വരും, അതായത് ഒരു ദിവസം കൂടുമ്പോൾ വരും. ചിലപ്പോൾ ഈ തണുപ്പായിരുന്ന സമയത്ത് 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും വരിക. ഇന്ന് ഞാൻ വേസ്റ്റ് ഇടാൻ പോയിട്ടില്ല, കാരണം അന്ന് അത്ര വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ എല്ലാവരും ചോറ് കുക്കറിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ കുക്കറിൽ മാത്രം വെച്ചിട്ട് ആ വെള്ളം വറ്റിച്ച് ആ രീതിയിൽ എനിക്ക് വലിയ തൃപ്തിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, കുക്കറിൽ അരി വേവിച്ചിട്ട്
പിന്നെ അത് ചെമ്പിലേക്ക് മാറ്റിയിട്ട് അതിൽ ഇത്തിരി ചുടുവെള്ളം ഒഴിക്കും. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വാർക്കുക ചെയ്യുന്നത്. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ കുക്കറിൽ. പക്ഷേ ഇതെനിക്ക് അത്ര തൃപ്തിയില്ല. അതിലൊരു കൊഴുപ്പ് പോലെ ഒരു കട്ടി പോലെയൊക്കെ ഉണ്ടാവും ചോറിന്, ഇങ്ങനെ വെള്ളം ഒഴിച്ച് വാർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വാർക്കുകയാണ് ചെയ്യാറുള്ളത് സാധാരണ. അപ്പോൾ ചോറ് അവിടെ സെറ്റായിട്ടുണ്ട്. നേരത്തെ ഉപ്പേരിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കറി വയ്ക്കാൻ മുരിങ്ങക്കായും പരിപ്പും തക്കാളിയാണ്. പിന്നെ ഉണക്കൽ മീൻ. ഇതുതന്നെയാണ് ഡെയിലി. പച്ചക്കറി ആണ് സ്ഥിരമായിട്ട് കഴിക്കാറുള്ളത്. ഞാൻ പറഞ്ഞില്ലേ സൺഡേസിൽ മാത്രം മട്ടൻ കിട്ടാറുള്ളൂ എന്ന്. അതിന് ഉപ്പേരീൻ്റെ തേങ്ങ ചാച്ചിട്ടുണ്ട്, കറീൻ്റെ തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറണ്ടെങ്ങാനും പോയാൽ അപ്പോൾ അത് ആദ്യം റെഡിയാക്കി വെക്കും കേട്ടോ. പിന്നെ കുടുങ്ങില്ല, നമുക്ക് വീട്ടിലുള്ള പോലെ അമ്മിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇതല്ലേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ വേഗമായി ചെയ്യും. അങ്ങനെ ചോറ് ചെമ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വേഗം ഞാൻ പരിപ്പ് കുക്കറിൽ വേവിക്കും. അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറും പരിപ്പും കൂടെ ഓരോ അടുപ്പത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് വാർക്കാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങക്കായും തക്കാളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 2-3 വിസിലിടും. അത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ കലക്കി ചേർത്ത് കഴിഞ്ഞാൽ വറവ് ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി. പിന്നെ ഉണക്കമീൻ വറക്കാണ്ട് ചോറ് അപ്പോഴേക്കും വാർത്തിട്ടുണ്ട് അവിടെ കേട്ടോ, സൈഡിൽ വാർത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒന്നരാടൻ ഇങ്ങനെ ഉണക്കമീൻ കൂട്ടുമ്പോൾ നമ്മുടെ ഉപ്പിൻ്റെ അളവ് ശരീരത്തിൽ കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ ഇപ്പോൾ ഒരു മാർഗ്ഗം. സത്യം പറഞ്ഞാൽ എനിക്ക് മീനില്ലാതെ വായന്ന് ഇറങ്ങാത്ത ആളാണ് ഞാൻ. ആ കോഴിക്കോട് കരുവന്തുരുത്തി ബേപ്പൂരൊക്കെ ഉള്ള സ്ഥലമല്ലേ, അവിടെയാണ് എൻ്റെ സ്ഥലം, എൻ്റെ സ്വന്തം വീട്. അപ്പോൾ ജനിച്ച നാൾ മുതൽ മീൻ കൂട്ടി ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കിതൊന്നും അത്ര കംഫർട്ടായിട്ടുള്ള സ്ഥലമല്ല. ഞാൻ ജീവിക്കുന്ന കംഫർട്ടായിട്ടുള്ളൊരു ഇതിലല്ല ഞാൻ നിൽക്കണമെന്നുള്ളത്. പക്ഷേ നമ്മൾ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഉണക്കമീൻ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, BP കൂടുതലുണ്ടാവുമോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്നിനെ അറിയിക്കണേ. അതേപോലെ തന്നെ എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളെ കാണാം.